السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله حق قدره ومقداره العظيم. سبحان ربك رب العزة عما يصفون، وسلام على المرسلين، والحمد لله رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بحق سيدنا سيد الوجود سيدنا محمد صلى الله عليه وسلم وآله وأهل بيته، خصوصا سيدنا حسين عليه السلام، وبسائر الصحابة أجمعين، وبحق سيدنا أبو العباس سيدي أحمد بن محمد التجاني رضي الله عنه، خلفائه ومريده ومقدمه كلهم أجمعين. ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട തിജാനിയ ഇഖ്വാനികളെ, ഇസ്ലാമിക ചരിത്രത്തിൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ നാം ഏവരും മനസ്സിലാക്കുകയും പഠിക്കുകയും എപ്പോഴും ഓർത്തെടുക്കുകയും ചെയ്യേണ്ട വിപുലമായ ഒരു ചരിത്രമാണ് കർബല എന്നുള്ളത്. കർബല കേവലം ചില സമയങ്ങൾ കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതല്ല. അതിൻ്റെ മുന്നറിയിപ്പുകളുണ്ട്, സമാഗമങ്ങളുണ്ട്, ഗുണപാഠങ്ങളുണ്ട്, അതിൻ്റെ പിന്നാലെയുള്ള ചർച്ചകളുമുണ്ട്. ഓരോ മുഹറം വരുമ്പോഴും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അടിയുറച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. കർബല പറയാൻ പറ്റുമോ എന്നുള്ളതിൽ നമുക്ക് സന്ദേഹമില്ല, അതിൽ നമുക്ക് തർക്കമില്ല. അങ്ങനെയുള്ളവരാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിഷയകരമായി പല ചർച്ചകളും പണ്ഡിതന്മാർ നടത്തിക്കഴിഞ്ഞതുകൊണ്ട് അതിലേക്കൊന്നും പ്രവേശിക്കാതെ ചരിത്രത്തിലേക്ക് കടന്നു ചെല്ലാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സർവശക്ത തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹുസൈൻ അലൈഹിസ്സലാം, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിത്തട്ടിൽ, ആ ഓമനത്വത്തിൽ കളിച്ചു വളർന്ന പേരക്കുട്ടി. ഒരു പേരക്കുട്ടിക്ക് വല്യപ്പയോടുള്ള ഇഷ്ടവും ഒരു വല്യപ്പാക്ക് പേരക്കുട്ടിയോടുള്ള ഇഷ്ടവും ആവോളം അങ്ങോട്ടും ഇങ്ങോട്ടും അനുഭവിച്ചവറ്റാണ് ബഹുമാനപ്പെട്ട ഹസൻ അലൈഹിസ്സലാമും ഹുസൈൻ അലൈഹിസ്സലാമും ജനിച്ചു വളരുന്നത്. അത്രയും ഓമനത്വമുള്ള പനിനീർ പുഷ്പങ്ങളായിട്ടുള്ള സുഗന്ധം അടിച്ചു വീശുന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മഹദിയായ ഫാത്തിമത്തു സഹറ അലൈഹിസ്സലാം അവരുടെയും എല്ലാവിധ രൂപസാദൃശ്യവും സ്വഭാവവൈഷ്ണങ്ങളൊക്കെയും സമ്മേളിച്ചിട്ടുള്ള രണ്ട് ഓമനത്വമുള്ള മുഖങ്ങൾ, ഓമനത്വമുള്ള ജീവിതം, ഓമനത്വമുള്ള ചര്യകൾ. അതിൽ ഒരു പുഷ്പമാണ് ഹുസൈൻ അലൈഹിസ്സലാം. ഹുസൈൻ അലൈഹിസ്സലാമിനെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കും.
സംസാരിച്ചുകൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെയൊക്കെയും ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന വിശിഷ്ടനാമമാണ് ഹുസൈൻ അലൈഹിസ്സലാം. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ആ തൗഫീഖ് നൽകുമാറാവട്ടെ. അവരുടെയൊക്കെ തിരുനോട്ടങ്ങളെ കൊണ്ട് നമ്മുടെ സദസ്സിനെ അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഹുസൈൻ അലൈഹിസ്സലാം അവരുടെ രക്തസാക്ഷിത്വത്തെ സംബന്ധിച്ച് മഹാനവറുകളുടെ ജന്മത്തോടെയും എല്ലാവർക്കിടയിലും കേളികെട്ട ഒരു വിഷയമായിരുന്നു. എല്ലാവർക്കും അറിയാം ബഹുമാനപ്പെട്ട ഈ കുഞ്ഞ് അഥവാ ബഹുമാനപ്പെട്ട ഹുസൈൻ അലൈഹിസ്സലാം എത്രയും മഹത്വം നിറഞ്ഞതാണെന്നും ഇത്രയും മഹത്വങ്ങൾ നിറഞ്ഞിട്ടുള്ള ഈ കുഞ്ഞ് ഒരു നാളിൽ മർദ്ദകരുടെ കരങ്ങളാൽ രക്തസാക്ഷിത്വം വരിക്കപ്പെടുമെന്നും അവരുടെ പരിശുദ്ധമായ തിരുശിരസ് കർബലയിൽ ഛേദിക്കപ്പെടുമെന്നും കിരാതന്മാർ അതുകൊണ്ട് തോന്നിവാസങ്ങൾ ചെയ്തു കൂട്ടുമെന്നുമൊക്കെയും ബഹുമാനപ്പെട്ട പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റ അലൈഹിസ്സലാം തുടങ്ങിയ സ്വഹാബാക്കൾക്കൊക്കെയും അറിയാമായിരുന്നു. ഹുസൈൻ അലൈഹിസ്സലാം ജനിക്കുമ്പോൾ തന്നെയും ബഹുമാനപ്പെട്ട സയ്യിദത്തുന ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് പ്രകാരം മഹദി അവർകൾ പറയുകയാണ്, സയ്യിദുന ഹുസൈൻ അലൈഹിസ്സലാം ജനിച്ച സന്ദർഭത്തിൽ തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുഗ്രഹീതമായ മടിത്തട്ടിലേക്ക് ബഹുമാനപ്പെട്ട ഹുസൈൻ അലൈഹിസ്സലാമിനെ വെച്ചു കൊടുക്കുകയുണ്ടായി. ആരാണ് പറയുന്നത്? ഉമ്മു ഫദ്ൽ റളിയല്ലാഹു അൻഹ അവർ റിപ്പോർട്ട് ചെയ്യുകയാണ്. മഹദി പറയാണ്, ഹുസൈൻ അലൈഹിസ്സലാം ജനിച്ച സമയത്ത് കുഞ്ഞായിരിക്കെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിത്തട്ടിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇരുനയനങ്ങളിൽ നിന്നും കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധമായ കണ്ണുനീർ ആ തിരുനയനങ്ങളിൽ നിന്നും ഒഴുകുന്ന കണ്ടപ്പോൾ മഹദി കാരണം അന്വേഷിച്ചു, എന്താണ് തിരുദൂതരെ സല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ഹുസൈൻ അവർകളെ അലൈഹിസ്സലാം ഇവരെ സമുദായം കൊല ചെയ്യുമെന്നും ആ കൊല ചെയ്യപ്പെടുന്ന സ്ഥലം, ആ ചുവന്ന മണ്ണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് കാണിച്ചു തന്നു എന്നും ബഹുമാനപ്പെട്ട പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയുണ്ടായി. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുസൈനാരുടെ കാര്യത്തിൽ കർബലയുടെ വിഷയത്തിൽ കരഞ്ഞു. കരച്ചിലാണല്ലോ ഒരു വിഷയം. ബഹുമാനപ്പെട്ട പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം കരഞ്ഞിട്ടുണ്ട്. മറ്റൊരിക്കൽ ലോകനായകർ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളോട് ഈ വിഷയം പറയുന്നുണ്ട്. ആ വിഷയമായി ഒരുപാട് ഹദീസുകളും വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ മഹദി സയ്യിദത്തുന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹീ ദിവ്യ സന്ദേശം ഇറങ്ങിക്കൊണ്ടിരിക്കെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കുഞ്ഞായിട്ടുള്ള ബഹുമാനപ്പെട്ട ഹുസൈൻ അലൈഹിസ്സലാം ഓടി വന്ന് ആ മടിത്തട്ടിൽ കയറി ചുമലിൽ കയറി ചാടിക്കളിക്കുകയാണ്. വെല്ലിപ്പയും കുഞ്ഞുമകനും പേരക്കുട്ടിയും എന്നുള്ള സംഗമിക്കുന്ന മനോഹരമായ രംഗം, ചാടിക്കളിക്കുന്ന രംഗം എത്ര രസമായിരിക്കും. വെല്ലിപ്പാക്കും പേരക്കുഞ്ഞിനുമുള്ള ഒരു മാനസികാവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഇങ്ങനെ ബഹുമാനപ്പെട്ട ഹുസൈൻ അലൈഹിസ്സലാം തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യമേനിയിൽ ചാടിക്കളിച്ചു കൊണ്ടിരിക്കെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദിക്കുകയുണ്ടായി, അല്ലയോ പുണ്യ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നവരെ, നിങ്ങൾ ഈ കുഞ്ഞിനെ, ഈ മോനെ ഇഷ്ടപ്പെടുന്നുണ്ടോ, പ്രിയം വെക്കുന്നുണ്ടോ? തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പൂമാമിനർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട മകനെ പ്രിയം വെക്കാതിരിക്കാൻ എന്ത് കാരണമാണുള്ളത്? എനിക്ക് എങ്ങനെ പ്രിയം വെക്കാതിരിക്കാൻ സാധിക്കും ഈ കുഞ്ഞിനോട്? ഇത്രയും ഇഷ്ടമായിരുന്നു ആ മടിത്തട്ടിൽ വളർന്ന ബഹുമാനരായിട്ടുള്ള സയ്യിദുന ഹുസൈൻ അലൈഹിസ്സലാമിനോട് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നിസ്സാരമാണെന്നാണ് വിചാരിച്ചത് കാര്യം. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞത്, എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? അപ്പോൾ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എന്നാൽ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ സമുദായം, അവിടുത്തെ സമുദായമുണ്ടല്ലോ, അവിടുത്തെ സമുദായം നിങ്ങളുടെ കാലശേഷം ഈ മോനെ വധിച്ചു കൊല്ലും എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം കരങ്ങൾ നീട്ടി ഒരു വെളുത്ത മണ്ണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ തിരുദൂതരെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഭൂമികയിൽ വെച്ചായിരിക്കും അവിടുത്തെ പുത്രൻ വധിക്കപ്പെടുന്നത്, ഷഹീദാകുന്നത്, കൊല്ലപ്പെടുന്നത്. ഈ പ്രദേശം തൊഫ് എന്നാണ് അറിയപ്പെടുന്നത്. തൊഫ് എന്ന് പറഞ്ഞാൽ കർബല. ആദ്യമേ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ഈ അനുഭവം സയ്യിദുന ബഹുമാനപ്പെട്ട പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ എഴുന്നേറ്റു. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പോയ ഉടനെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മണ്ണ് ആ പണ്ണും പിടിച്ച് ബഹുമാനപ്പെട്ട തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തേക്കിറങ്ങാൻ നിൽക്കെ ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലയോ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ മോൻ ഹുസൈൻ അലൈഹിസ്സലാം തൊഫ് എന്ന ഭൂമികയിൽ വെച്ച് വധിക്കപ്പെടുമെന്ന് എനിക്ക് എന്റെ ശേഷം എന്റെ സമുദായം തന്നെയാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ അലൈഹിസ്സലാം, ഹുസൈനെ വധിക്കുക എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് വാർത്ത നൽകിയിട്ടുണ്ട് എന്ന് ആദ്യം വിളിച്ചു പറയുന്നത് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോടാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സങ്കടം പങ്കുവെക്കുകയാണ്. പറയാൻ പാടില്ലേ? ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ട് ഷഹീദായത് പറയാൻ പാടില്ലേ? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. പിന്നീട് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞുകൊണ്ട് അവിടുത്തെ ബഹുമാനപ്പെട്ട സ്വഹാബാക്കളുടെ അടുക്കലേക്ക് ഇറങ്ങി പറയാൻ വേണ്ടി. എന്തു പറയാൻ? ബഹുമാനപ്പെട്ട ഹുസൈൻ അലൈഹിസ്സലാം ഷഹീദാകുമെന്ന വിഷയം ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത് അവരെ അറിയിക്കാൻ. ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഹുസൈൻ അലൈഹിസ്സലാം അവരുടെ പിതാവ് അലി അലൈഹിസ്സലാം, അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഹുദൈഫ റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു, അബൂദർ റളിയല്ലാഹു അൻഹു. ഈ വിഷയം ബഹുമാനപ്പെട്ട പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോടൊക്കെ പറഞ്ഞു. അവരോടൊക്കെ ആ നയനങ്ങൾ നിറയുന്നത്, കരയുന്നതിന്റെ കാരണങ്ങൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു നൽകുകയുണ്ടായി. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ തിരുമോൻ, എന്റെ പ്രിയപ്പെട്ട മകൻ തൊഫ് എന്ന ഭൂമികയിൽ വെച്ച് എന്റെ കാലശേഷം വധിക്കപ്പെടുന്നുവെന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് വഹ്യ് നൽകിയിരിക്കുന്നു, വാർത്ത നൽകിയിരിക്കുന്നു. ആ മണ്ണുമായിട്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ട്, ആ മണ്ണ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരിക്കൽ പറയുകയുണ്ടായി, മഴയുടെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് ഒരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കാൻ അനുവാദം തേടുകയുണ്ടായി. മഴ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് അള്ളാഹുവിനോട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കാൻ അനുമതി തേടുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മലക്കിന് അനുമതി നൽകുകയും ചെയ്യുകയുണ്ടായി. ആ സമയം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദി ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹയുടെ ഭവനത്തിലായിരുന്നു. അന്ന് അവിടെയാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിവസം. അവിടെ ആയിരിക്കെയാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, അല്ലയോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, നമുക്കായി വാതിൽ സൂക്ഷിക്കുക, അകത്തേക്ക് ആരെയും കടത്തിവിടരുത്. വാതിൽ നിങ്ങൾ കാവൽ നിൽക്കുക, അകത്തേക്ക് ആരെയും വിടരുത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബീവി ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയുണ്ടായി. അങ്ങനെ മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വാതിൽ ഇങ്ങനെ സൂക്ഷിച്ച് കാവൽ നിന്നുകൊണ്ടിരിക്കെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പേരക്കുട്ടി മകൻ ഹുസൈൻ അലൈഹിസ്സലാം ഓടി വന്നു, തുറന്നുകൊടുത്തു. ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ കയറാൻ സമ്മതം കൊടുത്തു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കും കയറാൻ അവകാശമില്ലാത്ത ആ സ്ഥലത്താണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുസൈൻ അലൈഹിസ്സലാമിന് അനുമതി നൽകുന്നത്. ചെറിയ കുഞ്ഞ്, ഇഷ്ടമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്, ഇഷ്ടത്തിന്റെ പര്യായമാണത്. അങ്ങനെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഓടി വരികയും ആ മടിത്തട്ടിൽ ചാടിക്കളിക്കുകയും ചുമലിൽ കയറി മറിയുകയും ചെയ്തു ബഹുമാനപ്പെട്ട ഹുസൈൻ അലൈഹിസ്സലാം.
ഈ സമയത്ത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുസൈൻ അലൈഹിസ്സലാമിനെ എടുത്ത് മുത്തി മണക്കാൻ തുടങ്ങി, ചുംബിക്കാൻ തുടങ്ങി. മുത്തിങ്ങനെ മണക്കുകയാണ്. ആര്? തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ മുഖം, പരിശുദ്ധ ചുണ്ടുകൊണ്ട്, പരിശുദ്ധ മൂക്കുകൊണ്ട് ബഹുമാനപ്പെട്ട പുണ്യ ഹുസൈൻ അലൈഹിസ്സലാമിനെ ഇങ്ങനെ ചുംബിച്ച് മുത്തി മണത്തുകൊണ്ടിരിക്കുകയാണ് ആ തിരു ശരീരത്തെ. ഈ സമയത്ത് മഴ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഈ മലക്കുണ്ടല്ലോ, ഈ മലക്ക് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അള്ളാഹുവിന്റെ തിരുദൂതരെ, നിങ്ങൾ ഈ കുഞ്ഞിനെ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടോ? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതെ, ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ മലക്ക് പറഞ്ഞു, തീർച്ചയായും അവിടുത്തെ സമുദായം ഈ പുന്നാര മോനെ, ഈ മകനെ താമസിയാതെ വധിക്കും. അവിടുന്ന് ഉദ്ദേശിക്കുന്ന പക്ഷം ഈ മകൻ, ഈ പുന്നാര മോൻ കൊല്ലപ്പെടുന്ന, വധിക്കപ്പെടുന്ന സ്ഥലത്തെ മണ്ണ് ഞാൻ അവിടേക്ക് കാണിച്ചു തരാം, കൊണ്ടുവന്ന് കാണിച്ചു തരട്ടെ. എന്നിട്ട് ഈ മലക്ക് പ്രസ്തുത സ്ഥലത്ത് അഥവാ കർബലയിലെ മണ്ണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. അത് പൊടിയോ മിനുസമോ ഇല്ലാത്ത ഒരു പരുപരുത്ത മണലായിരുന്നു, ചുവന്ന മണ്ണ്. എന്നിട്ട് ആ മലക്ക് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ഉടനെ ആ മണ്ണെടുത്ത് എന്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞു, സൂക്ഷിച്ചു വെച്ചു. മറ്റൊരു റിവായത്തിൽ ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ സയ്യിദത്തുനാ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു, പിന്നീട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് ഒരു പിടി മണ്ണ്, ആ മണ്ണിൽ നിന്നും, ചുവന്ന മണ്ണിൽ നിന്നും ഒരു പിടി എനിക്ക് നീട്ടിയിട്ട് പറഞ്ഞു, ഹുസൈൻ അലൈഹിസ്സലാം വധിക്കപ്പെടുന്ന ഭൂമികയിലുള്ള മണ്ണാണിത്, അവിടുത്തെ മണ്ണാണിത്, അവിടെ നിന്നുള്ള മണ്ണാണിത്. ഇതെന്നാണോ രക്തമായി മാറുന്നത്, അപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, എന്റെ മോൻ തീർച്ചയായും വധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നേ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, ഈ മണ്ണ് നിങ്ങൾ സൂക്ഷിക്കുക, ഇത് രക്തമാകുന്ന ഒരു സമയമുണ്ട്, അന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്ത്? എന്റെ പ്രിയപ്പെട്ട പുന്നാര മകനുണ്ടല്ലോ ഹുസൈൻ അലൈഹിസ്സലാം, ഹുസൈൻ അലൈഹിസ്സലാം വധിക്കപ്പെട്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ബഹുമാനപ്പെട്ട പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ. തുടർന്ന് ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ അതിനെ എന്റെ പക്കലുള്ള ഒരു കുപ്പിയിൽ സൂക്ഷിച്ചു വെച്ചു. ഞാനിങ്ങനെ പറയാറുണ്ടായിരുന്നു, ഈ കുപ്പിയിലുള്ള മണൽ രക്തമാകുന്ന ദിവസം വല്ലാത്തൊരു ദിവസമായിരിക്കും, ഞാനങ്ങനെ അത് സഹിക്കും, അത് വലിയ കാഠിന്യമുള്ള ദിനമായിരിക്കുമല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടെ പറയാറുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ. മറ്റൊരു റിവായത്തിൽ ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ സയ്യിദത്തുനാ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഹുസൈൻ അലൈഹിസ്സലാം വധിക്കപ്പെടുന്ന ആ രാത്രിയായപ്പോൾ ഞാനിങ്ങനെ ഒരു അശരീരി കേട്ടു. എന്താണ്? ഏ സംഘമേ, ഹുസൈൻ അലൈഹിസ്സലാമിനെ കൊല ചെയ്തുള്ള മൂഢവർഗമേ, കഠിന ശിക്ഷയും നിന്ദ്യമാവലും കൊണ്ട് സന്തോഷിക്കണേ. ശബ്ദർ നിങ്ങൾ, നബിയവർ ദാവൂദിന്റെ പുത്രരെ നാവിനാൽ, നബിയവർ മൂസയുമാൽ, ഇഞ്ചീലിൽ വാകരും മതിരാൽ, ഇങ്ങനെയൊക്കെ അറിയപ്പെട്ട ഹുസൈൻ അലൈഹിസ്സലാമിനെ അറുകൊല്ല, അഥവാ മുൻകഴിഞ്ഞ നബിമാരൊക്കെയും പറഞ്ഞു വെച്ചിട്ടുള്ള ഹുസൈൻ അലൈഹിസ്സലാമിനെ കൊലപ്പെടുത്തിയ മൂഢവർഗമേ എന്നൊരു അശ്രീരി ഞാൻ കേട്ടുവന്ന് ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ആ രാത്രി, അഹിതം നടന്ന ആ രാത്രിയിൽ ഞാൻ കേട്ടുവെന്ന് മഹദി അവർകൾ പറയാണ്. ഇത് കേട്ട് ഞാൻ ഒരുപാട് കരഞ്ഞ് പെട്ടെന്ന് തന്നെ ആ കുപ്പി ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞു വെച്ചുള്ള ആ കുപ്പി എടുത്ത് തുറന്നു നോക്കുമ്പോൾ അതിലുള്ള ചരൽ മണലുകൾക്കൊക്കെയും രക്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു. അതുവരെ ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ജീവിച്ചു. ആ രക്തം കാണുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിദർശനമായി ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ആയുസ് ദീർഘിപ്പിച്ചു കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ അനുവാദം തേടി ആ മലക്കുണ്ടല്ലോ, അള്ളാഹുവിനോട് അനുവാദം നേടി. അനുവാദം ലഭിച്ചപ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഈ പരിശുദ്ധരായിട്ടുള്ള ഈ മലക്ക് ആഗതരാവുകയും ഈ സമയം ബഹുമാനപ്പെട്ട ഹുസൈൻ അലൈഹിസ്സലാം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമടിത്തട്ടിൽ, അനുഗ്രഹീതമായ മടിത്തട്ടിൽ ഇരിക്കുകയും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാത്സല്യത്താൽ അവരെ ചുംബിക്കുകയും മുത്തി മണക്കുകയും ചെയ്ത ഈ ഹദീസ്. ഈ സമയത്ത് ബഹുമാനപ്പെട്ട ഈ മലക്ക് ചോദിക്കുകയാണല്ലോ, നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നുണ്ടോ?
അപ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ എന്ന് പറയുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജനത അവരെ വധിക്കുമെന്ന് ഈ മലക്ക് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ടല്ലോ. ഇത് പറയാനാണ് ഈ മലക്ക് ആരോട് സമ്മതം ചോദിച്ചു വരുന്നത്? റബ്ബുൽ ഇസ്സത്തിനോട്. പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം, വിഷയം നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ മലക്ക് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഈ മണൽ കാണിച്ചു കൊടുക്കുകയും ഇത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണു നിറയുകയൊക്കെ ചെയ്ത് വിഷയം ചരിത്രങ്ങളിൽ കാണാം. ബഹുമാനപ്പെട്ട ഇമാം അഷ്ശാബി എന്നവർ റിപ്പോർട്ട് ചെയ്യുന്നു, ഇബ്നു സഅദ് എന്നവർ ഉദ്ധരിക്കുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് അലൈഹിസ്സലാം അസ്സഫീൻ യുദ്ധ സമയത്ത് കർബലയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. സൈനിക സമേതം കൂട്ടുകാരോടൊപ്പം കർബല മണ്ണിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ കൂടെയുള്ളവരോട് ചോദിച്ചു, ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? അപ്പോൾ കൂടെയുള്ളവരൊക്കെ പറഞ്ഞു, ഇതിന്റെ പേര് കർബല. ഇത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കണ്ണുനീരൊലിപ്പിച്ച് കരയുകയും ആ കണ്ണുനീരിനാൽ ഭൂമി നനയുകയും ചെയ്തു. എന്നിട്ട് കരയാനുള്ള കാരണം ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു വ്യക്തമാക്കുകയുണ്ടായി. ഞാനൊരിക്കൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് അടുക്കിലേക്ക് പോയ സമയത്ത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, അപ്പോൾ ഞാൻ ചോദിച്ചു, അള്ളാഹുവിന്റെ തിരുദൂതരെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങെന്തിനാണ് കരയുന്നത്? അപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്പം മുമ്പ് എൻ്റെ അടുക്കൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വരികയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇക്കാര്യങ്ങളൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ച കാര്യങ്ങളൊക്കെയും ബഹുമാനപ്പെട്ട പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുക്കുകയുണ്ടായി. എന്നിട്ട് ആ സമയത്ത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവர்களോട് പറയുകയുണ്ടായി, എൻ്റെ മകൻ അൽ ഹുസൈൻ അലൈഹിസ്സലാം യൂഫ്രട്ടീസ് തീരത്തെ കർബല എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് വധിക്കപ്പെടും. യൂഫ്രട്ടീസ് നദീ തീരത്തെ കർബല എന്ന പ്രദേശത്ത് വെച്ച് വധിക്കപ്പെടുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട സയ്യിദുന അലി അലൈഹിസ്സലാം ഹുസൈൻ അലൈഹിസ്സലാം അവരുടെ രക്തസാക്ഷിത്വ സ്ഥലമായിട്ടുള്ള ആ കർബല മണ്ണിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അക്കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അസ്ബഹ് ബിൻ ദുബാത്ത എന്നവർ പറയുന്നു. അവരിൽ നിന്നും അബൂ നഈം എന്നവർ ഉദ്ധരിക്കുന്നു, ആ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ കർബല മണ്ണിലെത്തി. ഇങ്ങനെ കർബലയാണെന്ന് അറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഈ കർബലയുടെ മണ്ണിനെ വിശദീകരിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്നതും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും ഒക്കെയും വിശദീകരിച്ച ശേഷം ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് അലൈഹിസ്സലാം കൂടെയുള്ളവരോട് പറഞ്ഞു, രക്തസാക്ഷികൾ അവരുടെ ഒട്ടകത്തെ നിർത്തുന്ന സ്ഥലവും ചരക്കുകൾ ഉപേക്ഷിക്കുന്ന സ്ഥലവും അഹ്ലു ബൈത്തിന്റെ തങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തരും വധിക്കപ്പെടുന്ന, ഷഹീദാവുന്ന, കൊല ചെയ്യപ്പെടുന്ന ഓരോ സ്ഥലങ്ങളും ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് അലൈഹിസ്സലാം ചൂണ്ടിക്കാണിച്ച് വിശദീകരിച്ചു കൊടുക്കുകയുണ്ടായി കൂടെയുള്ളവർക്ക്. തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു കുടുംബത്തിലെ എത്ര യുവാക്കൾ ഈ സ്ഥലത്തുനിന്ന് വധിക്കപ്പെടുമെന്ന് പോലും ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു അന്ന് വിശദീകരിക്കുകയുണ്ടായി. ഭൂലോകത്തും ആകാശലോകത്തുള്ള ആളുകളൊക്കെയും ജീവജാലങ്ങളൊക്കെയും ഈ ഒരു വിയോഗത്തിൽ, ഈ ഒരു അഹിതത്തിൽ, ഈ ഒരു നഷ്ടത്തിൽ കരയുമെന്നുമൊക്കെയും ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് അലൈഹിസ്സലാം അന്ന് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് അസ്ബഹ് ബിൻ നുബാത്ത എന്നവർ റിപ്പോർട്ട് ചെയ്തു. ബഹുമാനപ്പെട്ട ഹുസൈൻ അലൈഹിസ്സലാം വധിക്കപ്പെടുന്നതിന് മുമ്പ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വിശാലമായി അത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. സഹാബാക്കൾക്ക് തുടരാൻ വ്യക്തമാണ്. ഏതുവരെ? എവിടെയാണ് അവർ ഒട്ടകത്തെ മുട്ടുകുട്ടുക, എവിടെയാണ് കുതിരയെ കെട്ടുക, എവിടെയാണ് ചരക്കുകൾ ഉപേക്ഷിക്കുക, ഓരോരുത്തർക്കും അമ്പേൽക്കുന്നത്, ഓരോരുത്തരും ഷഹീദായി വീഴുന്നത് ഒക്കെയും സഹാബാക്കൾക്കൊക്കെയും സുപരിചിതമായിരുന്നു.
ബഹുമാനപ്പെട്ട ഹുസൈൻ അലൈഹിസ്സലാം ജനിച്ചതു മുതൽ അവർക്കിടയിൽ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹുസൈൻ അലൈഹിസ്സലാമിന്റെ അവരുടെ രക്തസാക്ഷിത്വത്തിൽ വളരെ പ്രസിദ്ധി ആർജിക്കുകയും മഹാൻ കർബലയിൽ രക്തസാക്ഷി ആകുമെന്നുള്ള വസ്തുത എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഈ ഒരു വിഷയങ്ങളൊക്കെ ആണ് ബഹുമാനപ്പെട്ട ഹുസൈൻ അലൈഹിസ്സലാമിനെ കുറിച്ച് ഉള്ളത് എങ്കിൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന യസീദ് എന്ന് പറയുന്ന തെമ്മാടി ലഅനത്തുല്ലാഹി അലൈഹി, അഭിശപ്തൻ, ആഭാസൻ, ഈ ഒരു തെമ്മാടിയുടെ ജീവിതം വളരെ മോശമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന മുആവിയ റളിയല്ലാഹു അൻഹു അവരുടെ പുത്രനായിട്ടാണ് അബൂ ഖാലിദ് എന്നറിയപ്പെടുന്ന വിളിപ്പേരുള്ള യസീദ് ലഅനത്തുല്ലാഹി അലൈഹി ജനിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുന ഹുസൈൻ അലൈഹിസ്സലാം അവരുടെ വധത്തിൽ, കൊലപാതകത്തിൽ കൃത്യമായ സ്വാധീനമുള്ള, കൃത്യമായ കൈകടത്തലുകളുള്ള, അതിന്റെ കരങ്ങളൊക്കെയും ആ രക്തക്കറകളാൽ നിറഞ്ഞിട്ടുള്ള ആ കിരാതനായിട്ടുള്ള യസീദ് എന്ന അദമൻ ഹിജ്റ 25 ബനൂ ഉമയ്യ ഗോത്രത്തിലാണ് ജനിക്കുന്നത്. മൈസൂൻ ബിൻ ബഹ്ദൽ അൽ കൽബി, കൽബി ഗോത്രത്തിലെ മൈസൂൻ എന്ന സ്ത്രീയാണ് യസീദ് എന്ന് പറയുന്ന തമ്മാടിയുടെ ഉമ്മ, മാതാവ്. യസീദ് തടിച്ച് വിരൂപനായിട്ടുള്ള, ഒരു സൽഗുണങ്ങൾക്കും ആ ജീവിതത്തിൽ ഇടമില്ലാത്ത, ഒരു സൽഗുണങ്ങൾക്കും ഇടമില്ലാത്ത ഒരു ജീവിതത്തിന്റെ ഉടമയാണ് യസീദ് ലഅനത്തുല്ലാഹി അലൈഹി. യാതൊരു ആദരവിനും യാതൊരു പരിഗണനക്കും അർഹതയില്ലാത്ത ഒരു വ്യക്തി, മദ്യപാനിയും സ്വേച്ഛാധിപനും കുടിലനും അസംബന്ധങ്ങളുടെ പേമാരിയുമൊക്കെ ആയിരുന്നു ഈ യസീദ് ലഅനത്തുല്ലാഹി അലൈഹി തെമ്മാടി. അതിൽ അതിര് കടന്ന തെമ്മാടിത്തത്തിൽ എല്ലാ സീമകളും ലംഘിച്ചിട്ടുള്ള ഒരു മഹാ തെമ്മാടിയാണ് യസീദ് എന്ന് പറയുന്ന ആഭാസൻ. സയ്യിദുന ഹംദല റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു യസീദിനെ കുറിച്ച് പറയുന്നതായി കാണാം. അള്ളാഹുവാണേ സത്യം, യസീദിന്റെ അധാർമികങ്ങൾ, തോന്നിവാസങ്ങൾ കാരണത്താൽ ഞങ്ങളുടെ മേൽ വാനലോകത്തുനിന്ന് കല്ലുകൾ വർഷിക്കുമോ എന്ന് ഭയപ്പെടുന്നത് വരെ ഞങ്ങൾ യസീദിനെതിരെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ തോന്നിവാസങ്ങളൊക്കെ അധികരിച്ചപ്പോൾ ഞങ്ങൾ പേടിച്ചു പോയി, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നമ്മളിലേക്ക് ശിക്ഷ ഇറങ്ങുമോ. ഈ ഒരു സാഹചര്യത്തിലാണ്, അത്രയും തെമ്മാടിത്തരങ്ങളായിരുന്നു, തോന്നിവാസങ്ങളായിരുന്നു യസീദ് ലഅനത്തുല്ലാഹി അലൈഹി കാണിച്ചു കൂട്ടിയത്. അങ്ങനെ ഈ യസീദിന്റെ ഭരണകാലത്ത് ജനങ്ങൾക്കിടയിൽ ഒരുപാട് തോന്നിവാസങ്ങൾ പ്രചരിച്ചു, തെമ്മാടിത്തങ്ങൾ. അതാണ് ഞങ്ങൾക്കൊക്കെയും ഇങ്ങനെ പേടി വരാൻ കാരണം. ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയാണ്, ജനങ്ങൾ അവരുടെ ഉമ്മഹാത്തുൽ ഔലാദ് അവരെ കല്യാണം കഴിക്കാൻ തുടങ്ങി യസീദ്. അഥവാ പിതാവ് ഉണ്ടായിരിക്കെ പിതാവിലുള്ള അടിമ സ്ത്രീകൾ, അവരെ വിവാഹം ചെയ്യാനൊക്കെയും ഇസ്ലാം അനുവദിക്കുന്നുണ്ടല്ലോ, ബന്ധപ്പെടാൻ. പിതാവ് വഫാത്താലോട് മരിക്കലോടുകൂടി ഈ അടിമ സ്ത്രീകളൊക്കെ സ്വതന്ത്രരാണ് എന്ന് മാത്രമല്ല, മക്കൾക്കൊന്നും അവരെ പിന്നെ കല്യാണം കഴിക്കാനൊന്നും പാടില്ല, ഹറാമാണ്. ഉമ്മയുടെ സ്ഥാനത്താണ് അവർ നിൽക്കുക. അത് അറബികൾ എത്രയും മോശമായിട്ടാണ് അത് കാണുന്നത്, ഞങ്ങളെ കല്യാണം കഴിക്കാന്ന് പറയുന്നതൊക്കെ. പക്ഷേ ഈ തെമ്മാടിത്തരം ആര് ചെയ്തു കൂട്ടി? യസീദ് ലഅനത്തുല്ലാഹി ചെയ്തു കൂട്ടി. ആളുകൾ നിസ്കാരം ഉപേക്ഷിച്ചു, മദ്യപാനവും മറ്റനേകം നിഷിദ്ധ കൃത്യങ്ങളും കാര്യങ്ങളൊക്കെയും പരസ്യമായി ചെയ്തു പോരുന്ന ഒരവസ്ഥ വിശേഷമുണ്ടായി യസീദിന്റെ ഭരണകാലത്ത്. താരീഖുൽ ഖുലഫായിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊക്കെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെയൊക്കെയും പ്രധാനപ്പെട്ട അവലംബ കേന്ദ്രമായിട്ടുള്ള, നമ്മുടെയൊക്കെ ഹൃദയമായിട്ടുള്ള പരിശുദ്ധ ഹറമൈൻ, പരിശുദ്ധ മക്കയും പരിശുദ്ധ മദീനയുടെയും പവിത്രതയെ യസീദ് അവമതിച്ചു, പിച്ചിച്ചീന്തി, എല്ലാ ബഹുമാനങ്ങളും തട്ടിക്കളഞ്ഞു. ആടിപ്പറ്റത്തെ ചെന്നായ്ക്കൾ മേയ്ക്കുന്നതിനേക്കാൾ ഭീകരമായിരുന്നു അവന്റെ ഭരണം. ആട്ടിൻപറ്റത്തെ ചെന്നായ്ക്കൾ മേയ്ക്കുന്നതിനേക്കാളും ഭീകരമായിരുന്നു യസീദ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ തമ്മാടിയുടെ ഭരണം എന്ന് പറയുന്നത്. ഈ തമ്മാടിയുടെ കരങ്ങളിൽ
അധികാരം ലഭിക്കുന്നതിനെ സംബന്ധിച്ച് മഹാത്മാക്കളൊക്കെ ഭയപ്പെട്ടിരുന്നു, പേടിച്ചിരുന്നു. ഈ യസീദ് തമ്മാടിയുടെ കയ്യിൽ ഭരണം കെട്ടുന്ന ഒരു കാലത്ത് ഞാനൊന്നും ജീവിച്ചിരിക്കരുതേ എന്ന് പല മഹാന്മാരും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പേ മരണപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അത്രയും ഷർറാണ് ഈ തമ്മാടി എന്ന് മുൻകാലെ മഹാന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രാർത്ഥിക്കുകയുണ്ട്, അല്ലാഹുവേ 60ന്റെ ആരംഭത്തെ തൊട്ടും കുട്ടികളുടെ ഭരണത്തെ തൊട്ടും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്ന്. സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ദുആയിൽ നിന്നും മനസ്സിലാക്കുന്നത് 60ന്റെ ആരംഭം, കുട്ടികളുടെ ഭരണം എന്ന് പറയുന്നത് ചെറുപ്പക്കാരായ പക്വതയില്ലാതെ തോന്നിവാസികളായ തെമ്മാടികളായ ആളുകൾ ഭരണത്തിലേറുകയാണ്. അതിന്റെ പ്രാരംഭം തുടങ്ങുന്നത് ഹിജ്റ 60ലാണ് എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രാർത്ഥനയിലുണ്ട് എന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നു. വളരെ കൃത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് ഇവിടെ പറയുന്നത് മഹാന്റെ പ്രാർത്ഥന പോലെ തന്നെയും അത് സ്വീകരിച്ചുകൊണ്ട് ഹിജ്റ 59ലാണ് ബഹുമാനപ്പെട്ട പരിശുദ്ധ മദീനത്തുൽ മുനവ്വറയിൽ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്താവുകയുണ്ടായി. അപ്പോൾ കാലേ കൂട്ടി പണ്ഡിതന്മാരും മഹാന്മാരൊക്കെയും ഇവന്റെ ഷർറിൽ നിന്ന് കാവൽ തേടിയെന്നു എന്നർത്ഥം. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂദർദ റളിയല്ലാഹു അൻഹു പ്രസിദ്ധമായിട്ടുള്ള സ്വഹാബി വര്യൻ അവർ പറയുന്നത് കാണാം. ബഹുമാനപ്പെട്ടവർ പറയുന്നു, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ സുന്നത്തിനെ ആദ്യമായി രൂപാന്തരപ്പെടുത്തുക ബനൂ ഉമയ്യത്തിൽ നിന്നുള്ള ഒരുവനായിരിക്കും. താരീഖുൽ ഖുലഫയിൽ ഇതുണ്ട്. താരീഖുൽ ഖുലഫ ആ ബനൂ ഉമയ്യത്തിലെ യസീദ് എന്നാണ് അവനെ വിളിക്കപ്പെടുക. എന്റെ സുന്നത്തിനെ ആദ്യമായി രൂപാന്തരപ്പെടുത്തുക ബനൂ ഉമയ്യത്തിൽ നിന്നുള്ള ഒരുവനായിരിക്കും. യസീദ് എന്നാണ് അവന്റെ വിളിപ്പേര്. അത് കൃത്യമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന കാണാം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പാന്താവിൽ, ഈ സ്വച്ഛന്തമായ ദീനിന്റെ ഇസ്ലാമിന്റെ യാത്രയിൽ, ഈ ഉമ്മത്തിൽ ആദ്യമായി പ്രതിബന്ധം വരുന്ന കാലത്തോളം ഈ ഉമ്മത്ത് വളരെ നീതിയിലും ന്യായത്തിലുമൊക്കെ ആയിരിക്കും. ആദ്യത്തെ ആ പ്രതിബന്ധം വരുന്നത് ബനൂ ഉമയ്യത്തിലെ യസീദ് എന്ന് പേരുകാരനായിട്ടുള്ള മനുഷ്യനായിരിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുവരെ ഒരു പ്രശ്നമില്ലാതെ അല്ലലൊന്നുമില്ലാതെ ഈ ദിനിങ്ങനെ പോകും. ആദ്യമായി ദീനിൽ വരുന്ന ഏറ്റവും വലിയ പ്രതിബന്ധം ആരാണ്? യസീദ് ലഅനത്തുല്ലാഹി അലൈഹി ആണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ യസീദിന്റെ വിഷയത്തിൽ ബഹുമാനരായിട്ടുള്ള ഇമാമുകളൊക്കെയും വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വളരെ അറിയപ്പെട്ട മദ്ഹബിന്റെ ഇമാം. യസീദ് മഹാത്തമ്മാടിയാണ്, ക്രൂരനാണ്, ആഭാസനാണ്, അവൻ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്നുൽ ജൗസി എന്ന മഹാൻ, ഇവന്റെ അനുസരണമില്ലായ്മ, അള്ളാഹുവിനോട് വിധേയത്വമില്ലായ്മ, ഇതൊക്കെയും വളരെ കൃത്യമായി പണ്ഡിതന്മാർ വിശാലമായി ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ നേതാവായിട്ടുള്ള സയ്യിദുന അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു കൃത്യമായി പറഞ്ഞു വെച്ചു യസീദ് എന്ന് പറയുന്ന തമ്മാടിയെ കുറിച്ച്. നമുക്ക് അതിനെ കുറിച്ച് ആശങ്കകളില്ല. അതുപോലെ തന്നെ സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു, ഇബ്നു ജൗസി തങ്ങൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഖലീഫയായിട്ടുള്ള ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അഹ്മദ് റസാ ഖാൻ ബറേൽവി തങ്ങൾ, ഇങ്ങനെ ഒട്ടനേകം നേതാക്കന്മാരും പണ്ഡിതന്മാരൊക്കെയും യസീദിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ ആഭാസം, തോന്നിവാസം, തെമ്മാടിത്തരത്തെ കുറിച്ച്. ഒരു രാഷ്ട്രത്തിന്റെ നേതാവായിരിക്കെ യസീദ് ഭൂമിയിൽ കുഴപ്പം പരത്തും. പരിശുദ്ധ ഹറമൈനിയിൽ എത്രത്തോളം വിശുദ്ധമായിട്ടുള്ള നമ്മുടെ പരിശുദ്ധ കഅബയിലും പരിശുദ്ധ റൗള ഷരീഫിൽ പോലും യസീദ് കാരണമായി സംഘട്ടനങ്ങൾ ഉണ്ടായി. അതുമൂലം ആ മഹിതമായ ഭൂമിയുടെ എല്ലാ പവിത്രതകളും പിച്ചു ചീന്തപ്പെട്ടു, അവമതിക്കപ്പെട്ടു. അവന്റെ കുതിരകളെ പരിപാവനമായ പള്ളിയിൽ കെട്ടിയിട്ടു. അവയുടെ വിസർജ്യങ്ങൾ അനുഗ്രഹീതമായ മിമ്പറിൽ പതിച്ചു. അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. 3 ദിവസക്കാലം
മസ്ജിദുൻ നബവിയിൽ, പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ ബാങ്ക് വിളിക്കപ്പെടുകയോ ഒരു നിസ്കാരം പോലും നടക്കുകയോ ചെയ്തില്ല. പരിശുദ്ധമായ മക്ക, മദീനയിൽ, അതുപോലെ ഹിജാസിൽ, ഇതര പ്രദേശങ്ങളിലൊക്കെയും ആയിരക്കണക്കിന് സ്വഹാബി വര്യന്മാരെയാണ്, താബിഈങ്ങളെയാണ് ഇവന്റെ കിരാത സൈന്യം തെമ്മാടിത്തരം ഇവർ ചെയ്തു കൂട്ടിയത്, കൊന്നുകളഞ്ഞു. ആയിരക്കണക്കിന് പരിശുദ്ധരമായ മഹാത്മാക്കളെ, സ്വഹാബാക്കളെ, താബിഈങ്ങളെ ഇവൻ കൊല ചെയ്തു. പരിശുദ്ധ കഅബാലയത്തിലേക്ക് കല്ലെറിയുകയും കഅബാലയത്തിന്റെ വിരികളൊക്കെയും കീറുകയും അഗ്നിക്കിരയാക്കുകയൊക്കെ ചെയ്തു യസീദിന്റെ സൈന്യം. ഇതൊക്കെയും സംഭവിക്കുന്നത് എങ്ങനെയാണ്? യസീദിന്റെ ഉത്തരവാദിത്തോടു കൂടി തന്നെയാണ്. യസീദിന്റെ സൈന്യമാണ് ചെയ്തത്. യസീദിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയായിരുന്നു അവന്റെ സൈന്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. തീർന്നില്ല. പരിശുദ്ധരായിട്ടുള്ള ഈ ഭൂമികളിലുള്ള മഹതികളായിട്ടുള്ള മഹിളാരത്നങ്ങളുടെ അഭിമാനം മൃഗീയമായി പിച്ചു ചീന്തിക്കപ്പെടുകയുണ്ടായി. അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുരക്തത്തെ പോലും അവർ വെറുതെ വിട്ടില്ല. സയ്യിദുന ഹുസൈൻ അലൈഹിസ്സലാം അവർകളുടെയും കുടുംബക്കാരുടെയൊക്കെയും അനുചരുടെയൊക്കെയും അന്നപാനീയങ്ങൾ മുടക്കി. അവർക്ക് കുടിക്കാൻ കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല. അതിനൊക്കെ മറുപടി അവർ നൽകിയത് വാൾത്തലപ്പുകളായിരുന്നു. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മടിത്തട്ടിൽ വളർന്നിട്ടുള്ള, ആ തിരുമേനിയോട് ചേർന്ന് ജീവിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട കോമള മേനിയായിട്ടുള്ള സയ്യിദുന ഹുസൈൻ അലൈഹിസ്സലാം, അവരുടെ രക്തസാക്ഷിത്വത്തിന് കൃത്യമായ പങ്ക് യസീദ് ലഅനത്തുല്ലാഹി അലൈഹിക്കുണ്ട്. ഇവന്റെ കിരാതമായിട്ടുള്ള തോന്നിവാസികളായിട്ടുള്ള സൈന്യം ഹുസൈൻ റളിയല്ലാഹു അലൈഹിസ്സലാം അവர்களுടെ അസ്ഥികൾ നുറുങ്ങും വരെ കുതിരകളെ കൊണ്ട് ചവിട്ടി മെതിച്ചു. തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുംബനം നൽകിയിട്ടുള്ള, മുത്തി മണത്തിട്ടുള്ള ആ പരിശുദ്ധ ചിരസുണ്ടല്ലോ, ആ പരിശുദ്ധ മൂർധാവുണ്ടല്ലോ, ആ പരിശുദ്ധ തലയുണ്ടല്ലോ, അതിനെ വാൾ കൊണ്ട് വെട്ടി കുന്തത്തിൽ കോർത്ത് വിവിധ ദേശങ്ങളിൽ പ്രദക്ഷിണം ചെയ്തു. ഈ കഠിന പരീക്ഷണങ്ങളൊക്കെ അതിജീവിച്ച മറ്റു മഹിളാരത്നങ്ങളെ, തിരുകുടുംബങ്ങളെ, അവരെയൊക്കെയും ഇവന്റെ തോന്നിവാസ കോടതിയിൽ വിചാരണയ്ക്ക് വിധേയരാക്കി യസീദ് ലഅനത്തുല്ലാഹി അലൈഹി. അങ്ങനെ ഇത്രയും നിഷ്ഠൂരമായി തെമ്മാടിത്തവും ആഭാസത്തിന്റെയും പര്യായമായി ജീവിച്ച യസീദിനെ ആർക്കെങ്കിലും നിഷേധിക്കണമെങ്കിൽ, നന്നാക്കണമെങ്കിൽ അവന്റെ പേരിലും അള്ളാഹുവിന്റെ ശാപമുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ സർവശക്തൻ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.